നടിയെ ആക്രമിച്ച കേസാണ്. ആ കേസിൽ ഗൂഢാലോചന കുറ്റം ദിലീപിനെ കുറ്റവിമുക്തനാക്കി. ഇതിലൊരു പ്രോസിക്യൂഷന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചു? അതെല്ലാം ഞാനിപ്പോൾ അതിൻ്റെ നിയമപരമായ വശങ്ങളിലേക്കൊന്നും കടന്നു പോയിട്ടില്ല. എനിക്ക് പത്രങ്ങളിൽ വന്നിട്ടുള്ള വിവരങ്ങൾ മാത്രമേ അത് സംബന്ധിച്ചിരിക്കുള്ളൂ. അതിൻ്റെ ജഡ്ജ്മെൻ്റൊക്കെ നോക്കി ഗവൺമെൻറ് ശരിയായ നില സ്വീകരിക്കും. ഒരു കാര്യം, ഇടതുപക്ഷ പാർട്ടികൾ എല്ലാ കാലത്തും ഈ ദുഃഖം അനുഭവിക്കുന്നവരോടൊപ്പമാണ്, പീഡനം അനുഭവിച്ചവരെ സംരക്ഷിക്കലാണ്. ഇവിടെ സ്ത്രീകളെ സംരക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് CPM ഇടതുപക്ഷമാണ്. നമ്മുടെ എത്രമാത്രം ഇന്ത്യയിലെ സ്ത്രീകൾ പീഡനങ്ങളും അക്രമങ്ങളും അഭിമുഖീകരിക്കുകയാണ്. അത്തരം എല്ലാ ഘട്ടങ്ങളിലും സ്ത്രീ സമൂഹത്തിന് നേരെ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ആക്രമണങ്ങളെയും പ്രതിരോധിക്കാനും അവർക്ക് സംരക്ഷണം കൊടുക്കാനും പൂർണ്ണ സംരക്ഷണം കൊടുക്കാനും ഇടതുപക്ഷ ഗവൺമെൻറ്റും ഇടതുപക്ഷ പാർട്ടികളും എല്ലാ കാലത്തും ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ നോക്കുക, ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്തിരിക്കുന്ന കാര്യം. നമ്മുടെ കേരളത്തിലെ സ്ത്രീകളെക്കുറിച്ച് നടത്തിയിട്ടുള്ള ഒരു പഠനത്തിൽ കണ്ടത് ഏതാണ്ട് 31-32 ലക്ഷം സ്ത്രീകൾക്ക് ഒരു വരുമാനവുമില്ല. അവരോട് ചോദിച്ചാൽ പലരും ഹൗസ് വൈഫാണെന്ന് പറയും. അവർക്ക് സ്വന്തമായി വീട്ടിൽ നിന്ന് ഒരു കടവരെ പോകാൻ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് കൊടുക്കാൻ വരുമാനമില്ല. അങ്ങനെയുള്ള ഒരു പൈസ പോലും വരുമാനമില്ലാത്ത 31.4 ലക്ഷം ആളുകൾ ഈ കേരളത്തിലുണ്ട്. ഗവൺമെൻറ് എന്താ ചെയ്തത്? ആ സ്ത്രീകളെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. സ്ത്രീകൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശക്തി കൊടുക്കണം. ഈ 31.4 ലക്ഷം സ്ത്രീകൾക്ക് മാസം 1000 രൂപ വീതം അവർക്ക് അവരുടെ കാര്യം നിർവഹിക്കാൻ പ്രത്യേകമായിട്ടുള്ള ഒരു സുരക്ഷിതത്വം സൃഷ്ടിച്ചെടുക്കാൻ അവർക്ക് അലവൻസ് ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയാണ്. 1000 ഉറുപ്പിക മാസം പ്രതി. യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പില്ലെങ്കിൽ ഡിസംബർ മാസം മുതൽ അവരുടെ കയ്യിലെത്തിയിട്ടുണ്ടാകും. ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ചെയ്തിട്ടുണ്ടോ? ഇനിയിപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പ്രഖ്യാപനമുണ്ട്, വരുന്ന 5 വർഷത്തിനുള്ളിൽ 20 ലക്ഷം സ്ത്രീകൾക്ക് ജോലി കൊടുക്കും. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്നാണ് പറയുന്നത്. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്. കാത്തിരിക്കുക. ഇത് തെരഞ്ഞെടുപ്പ് കാലത്തല്ല, തെരഞ്ഞെടുപ്പിൽ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ എല്ലാ കാലങ്ങളിലും ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രയാസം, ദുഃഖം, ഇന്ന് നമ്മുടെ സ്ത്രീകൾ ഉയർന്നു വന്നത് എന്തുകൊണ്ടാണ്? ഇടതുപക്ഷത്തിൻ്റെ നിലപാടല്ലേ? ഇന്ന് കേരളത്തിൽ 50% റിസർവേഷനാണ്. 50% പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷൻ്റെ ഒക്കെ ഭരണരംഗം കൈയാളുന്നത്, ചെയർമാൻമാരായിരിക്കുന്നത്, പ്രസിഡൻ്റാകുന്നത് സ്ത്രീകളാണ്. ആ സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവന്ന ഗവൺമെൻറ്റാണിത്. 50% കേരളത്തിലെ റിസർവേഷനാണ്. ഇന്ത്യൻ പാർലമെൻറ്റിലുണ്ടോ? എന്നാൽ ഇത്തരമൊരു നിയമം കോൺഗ്രസ് എത്ര കാലം ഭരിച്ചു ഇന്ത്യ? ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടി നിയമസഭകളിലും പാർലമെൻറ്റിലും 50% സ്ത്രീകൾക്ക് റിസർവേഷൻ കൊണ്ടുവരാൻ നിയമം ഉണ്ടാക്കിയോ? ഇപ്പോൾ പാർലമെൻറ്റിൽ റിസർവേഷൻ ഉണ്ടോ? നാം കാണേണ്ട ഒരു കാര്യം അതാണ്. അത് പാർലമെൻറ്റ് പാസ്സാക്കേണ്ട നിയമമാണ്. നിയമസഭാ റിസർവേഷൻ പാർലമെൻറ്റ് പാസ്സാക്കണം. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാരം സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ 50% റിസർവേഷനാണ്. അതിതാ 50% റിസർവേഷൻ. ഇത് മാത്രമല്ല, സഹകരണ മേഖലയിലൊക്കെ റിസർവേഷൻ ഏർപ്പെടുത്തിയില്ലേ? ഇപ്പോൾ എല്ലാ സഹകരണ സ്ഥാപനങ്ങളിലും ചുരുങ്ങിയത് 3 പേരെങ്കിലും സ്ത്രീകളുണ്ട്. ഇങ്ങനെ സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരികയില്ലേ? അവരുടെ ശാക്തീകരണം, കുടുംബശ്രീ പദ്ധതി സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരാൻ ഇടതുപക്ഷ ഗവൺമെൻറ് ഉണ്ടാക്കിയതല്ലേ? അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് അതിജീവിതയായ ഒരു യുവതിക്ക് ആ കേസിൽ ഇപ്പോഴും അതിജീവിതയായിട്ടുള്ള ദുഃഖമനുഭവിക്കുന്നവർ അവരോടൊപ്പമാണ്. അടിച്ചമർത്തപ്പെടുന്ന പീഡനങ്ങൾക്ക് വിധേയരാകുന്ന സ്ത്രീകളോടൊപ്പമാണ് എന്നും ഇടതുപക്ഷം. അവരെ സംരക്ഷിക്കുകയാണ്. ആർക്കാണോ സംരക്ഷണം വേണ്ടത് അവരെ സംരക്ഷിക്കുന്ന ഗവൺമെൻറ്റും പാർട്ടിയുമാണ് ഇടതുപക്ഷം. അതുകൊണ്ട് അതിജീവിതയോടൊപ്പമാണ്. അവരുടെ കാര്യങ്ങളെല്ലാം വളരെ തൽപരരായി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനിയും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് പരിശോധിച്ച് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യും. ദിലീപ് ശക്തനായതുകൊണ്ട് സ്വാധീനിക്കപ്പെടുന്നുണ്ടോ? ഏത് ദിലീപ് ശക്തനായ ഒരാളായതുകൊണ്ട് ശക്തൻ നിങ്ങൾക്കല്ലേ? ഞങ്ങൾക്കെന്ത് ശക്തൻ? ഞങ്ങൾക്കെന്ത് ശക്തൻ? ഞങ്ങളുടെ മുമ്പിൽ നീതി, നിയമം, സംരക്ഷണം, സമൂഹത്തിൻ്റെ സംരക്ഷണം, സ്ത്രീ സമൂഹത്തിൻ്റെ സംരക്ഷണം ഉറപ്പുവരുത്തണം. ആ സമൂഹത്തെ ആകെ ഉയർത്തിക്കൊണ്ടുവന്ന് അതിൻ്റെ ഒരു മാറ്റം നമ്മുടെ പൊതുസമൂഹത്തിലുണ്ട് എന്ന് മാത്രമല്ല, ഓരോ കുടുംബത്തിൻ്റെയും അതിൽ ഐശ്വര്യമുണ്ട്. സ്ത്രീകൾ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി ഈ ഭരണരംഗത്തും പൊതുരംഗത്തൊക്കെ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും ഒക്കെ തുടങ്ങിയതോടുകൂടി ഓരോ കുടുംബവും
ഐശ്വര്യമായി തീരുകയാണ്, ഉയർന്നു വരികയാണ്. അതാണ് കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് സ്ത്രീ പുരുഷ സമത്വം ഉറപ്പുവരുത്തണം. അതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും അധികം ആക്രമണങ്ങൾക്ക് വിധേയരാകുന്ന സ്ത്രീ സമൂഹത്തെ സംരക്ഷിച്ച് അവർക്ക് സംരക്ഷണം കൊടുത്ത് അവരോടൊപ്പം നിന്ന് അവർ ഉയർത്തിക്കൊണ്ടുവരാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്.